നമസ്കാരം. എല്ലാ കേരളീയർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. ഇന്നത്തെ ഈ വർഷത്തെ തിരുവോണത്തിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മുടെ ഭരണഘടനാപരമായിട്ട് കേരള എന്നാണ് ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഈ വർഷം നമുക്ക് മാറ്റി തന്നിരിക്കുന്നു. കേരളം, ഇന്നു മുതൽക്ക് നമുക്ക് കേരള അല്ല കേരളം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ കൂടെയാണ് ഈ തിരുവോണ ദിവസം സമാഗതമായിട്ടുള്ളത്. ചിങ്ങമാസത്തിലെ തിരുവോണം അത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ മറ്റ് പലതും ഉള്ള പോലെ, വിഷു അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഉത്സവങ്ങളുള്ളതുപോലെ ഒരു ഉത്സവം മാത്രമല്ല. അത് പലതിൻ്റെയും ഒരു സമന്വയമാണ്. ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ, കാർഷിക പാരമ്പര്യത്തിൻ്റെ, അതുപോലെ ആധ്യാത്മികതയുടെ, എന്തിനാണ് ജ്യോതിഷത്തിൻ്റെ ഒക്കെയും ഒരു സമന്വയമായിട്ടുള്ള കാര്യമാണ് ഈ തിരുവോണ ദിവസം എന്ന് പറയുന്നത്. തിരുവോണത്തിൻ്റെ പ്രത്യേകത തിരുവോണ നക്ഷത്രമാണ്. തിരുവോണം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. അത് സംസ്കൃത നാമം ശ്രാവണ നക്ഷത്രം എന്നാണ്. ഈ ശ്രാവണം എന്ന് വെച്ചാൽ ശ്രവണം, ശൃണ്വന്തു, ഇങ്ങനെയുള്ള ആ വാക്കുകളിൽ നിന്നാണ് ശ്രാവണം എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ഈ ശ്രാവണം എന്ന് പറഞ്ഞാൽ, ശൃണ്വന്തു എന്ന് പറഞ്ഞാൽ കേൾക്കുക, അറിയുക, അതായത് ജ്ഞാനത്തെ ഉണ്ടാക്കുക എന്ന ഒരു മഹത്തായ ഒരു സങ്കല്പം അതിലുണ്ട്. അറിയുന്നതിനാണ്. അപ്പോൾ ഓരോ വർഷവും നൂതനമായിട്ടുള്ള കാര്യങ്ങൾ, മഹത്തായ കാര്യങ്ങൾ അറിയുന്നതിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ശ്രാവണ നക്ഷത്രത്തോടു കൂടി തുടങ്ങുന്ന ഒരു കൊല്ലവർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊല്ലവർഷമാണ്. ഈ വർഷാരംഭം എന്ന് പറയുന്നത് ഈ ചിങ്ങമാസത്തിലെ തിരുവോണത്തോടു കൂടിയാണ്. പിന്നെയുമുണ്ട് അതിന് ഒരു പുരാണാന്തർഗതമായിട്ടുള്ള കഥയും അതിലുണ്ട്. മഹാബലി, വാമനൻ തുടങ്ങിയ കഥകളൊക്കെ കേരളീയർക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ളതാണ്. അത് മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തി, മഹാബലി ഒരുപക്ഷെ ആ പേര് പോലും ആയിരുന്നിരിക്കില്ല, പേര് മറ്റൊന്നായിരുന്നിരിക്കാം. മഹാബലി സർവ്വതും ബലി കൊടുക്കുന്ന, അഥവാ സർവ്വതും തൻ്റേതായിട്ടുള്ളതായൊക്കെയും ദാനം ചെയ്യാൻ ഉള്ള വലിയ മനസ്സുള്ള ഒരു ചക്രവർത്തി എന്നുള്ള നിലയ്ക്കായിരിക്കാം മഹത്താകുന്ന ബലി കൊടുക്കുന്ന, ബലി നൽകുന്ന, ആത്മസമർപ്പണം വരെ ചെയ്യാൻ തയ്യാറുള്ളതായിട്ടുള്ള ചക്രവർത്തിമാരുടെ ഒരു പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നതാണ് മഹാബലി എന്ന് പറയുന്നതായിട്ടുള്ള സങ്കല്പം. ആ മഹാബലിയുടെയും വാമനൻ്റെയും കഥ, അതിലുമുണ്ട് ചില പ്രത്യേകതകൾ. മഹാബലി യാഗം ചെയ്യുമ്പോൾ ആ സമയത്ത് എല്ലാവരും ഓരോരോ കാര്യങ്ങൾ വന്ന് ചോദിക്കുന്നു. യാതൊന്ന് ചോദിക്കുന്നോ അവയൊക്കെയും ദാനം ചെയ്യാൻ തയ്യാറായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ആരൊക്കെ ആ യാഗകാലത്ത് ആരൊക്കെ എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ട് വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മഹാവിഷ്ണു ഇദ്ദേഹത്തിൻ്റെ ഗർവ് ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് ഒരു ബ്രാഹ്മണകുമാരനായിട്ട് വരുന്നു. അദ്ദേഹം ചോദിക്കുന്നത് 3 അടി മണ്ണാണ്. ഈ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ ഇതാരാണെന്നും ഒക്കെ ശുക്രാചാര്യന് മനസ്സിലായി. യാഗകർത്താവായിട്ടുള്ള, യാഗത്തിൻ്റെ പുരോഹിതനായിട്ടുള്ള ശുക്രാചാര്യർക്ക് കാര്യം മനസ്സിലായി. വന്നിരിക്കുന്നത് മഹാവിഷ്ണുവാണെന്നും ഇത് വെറും 3 അടി അല്ല എന്നും ഒക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രാജാവിനോട് അദ്ദേഹം പറഞ്ഞു, ഇത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞെങ്കിൽ പോലും മഹാബലി തയ്യാറായി. അങ്ങനെയല്ല, ഈ സമയത്ത് ആര് എന്ത് വന്ന് ചോദിച്ചാലും അതൊക്കെയും കൊടുക്കും എന്നാണ് ഞാൻ ശപഥം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ച 3 അടി മണ്ണ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ മാത്രേന ഈ വാമനൻ വളർന്ന് ആകാശം മുട്ടെ വളർന്ന് വിശ്വരൂപിയായി മാറി. സ്വർഗവും പാതാളവും ഒരു കാലുകൊണ്ടും ഭൂമിയും ഇതൊക്കെ 2 പാദം കൊണ്ട് അളന്ന് 3-ാമത്തെ പാദം ഇനി അളക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്തിട്ട് ഇനി 3-ാമത്തെ അടി അവിടെ അളക്കുക എന്ന് പറഞ്ഞ് മുട്ടുകുത്തിയിരുന്ന ആ മഹാബലിയുടെ ചിത്രമാണ് നമുക്ക് ഓർമ്മ വരിക. അതിൻ്റെ അർത്ഥം ഈ ദാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റേത് എന്നുള്ള ബോധ്യം വേണം. എൻ്റേതാണല്ലോ ദാനം ചെയ്യാൻ സാധിക്കുക. എൻ്റേതായിരിക്കുന്ന വസ്തുക്കളൊക്കെയും ദാനം ചെയ്യാൻ തയ്യാറാകുന്നു. അപ്പോൾ എൻ്റേതല്ല എന്നുള്ള
ആ ഒരു ബുദ്ധി വരെ എത്തണം മഹാബലി. ആ ഒരു അവസ്ഥയിൽ വരെ എത്തണം. തൻ്റെ സകല ഗർവ്വം അവസാനിപ്പിച്ച് അവസാനം എനിക്ക് തരാനുള്ളത് എൻ്റെ ശിരസ്സാണ്. ആ ശിരസ്സും തന്നെയും ഈശ്വരന് സമർപ്പിക്കുന്നു എന്നുള്ള ആ ഒരു തത്വം, അത് സാക്ഷാത്കരിക്കാനും പിന്നീട് വരുന്നതായിട്ടുള്ള തലമുറകൾക്ക് ഇതാണ് ഒരു രാജാവായിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, താൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒന്നില്ലാന്നും എൻ്റേതായിട്ടുള്ള സകലതും പ്രജകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും ഒക്കെയുള്ള ആ ഒരു സന്ദേശമാണ് ഈ കഥയിൽ നിന്ന് കിട്ടുന്നത്. സാക്ഷാൽ ഈശ്വരൻ തന്നെ അവതരിച്ച് ആ ഒരു തത്വജ്ഞാനം മഹാബലിക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്ത പ്രത്യേകത കൂടെ ഈ തിരുവോണ നക്ഷത്രത്തിന്, ശ്രാവണ നക്ഷത്രത്തിന് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പൗരാണികമായിട്ടുള്ള കഥയ്ക്കും തത്വശാസ്ത്രത്തിനും ഒക്കെ നിദാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനിയുമുണ്ട്. ആ ഓണം എന്ന് പറയുന്നത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത് കർക്കടകം എന്ന് പറയുന്നത് കള്ളക്കർക്കടകം എന്നാണ് പറയുക. എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യാവസ്ഥയും ഈ കർക്കടക മാസത്തിലുണ്ട്. ഇടതൂരാതെ പെയ്യുന്ന മഴ, ആ മഴക്കാലത്ത് ഒരു ജോലിയും ചെയ്യാൻ സാധിക്കാതെ വരിക, അതുപോലെ തന്നെ സാധാരണക്കാരുടെ സംബന്ധിച്ചിടത്തോളം കാർഷിക വിളകളൊന്നും തന്നെ ചെയ്യാൻ പറ്റാതെ വരിക, അങ്ങനെ പട്ടിണി വരെയാകുന്ന ഒരവസ്ഥ കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ മോചനം കിട്ടി ചെയ്തു വന്ന കാർഷിക വിളകളുടെ വിളവെടുപ്പ് കൂടെ ആ ഓണക്കാലത്താണ്. പഴയ കാലത്ത് ഓണക്കാലത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് വാഴക്കൊലയും മറ്റുമൊക്കെ കൃഷി ചെയ്യുന്നത് ചിങ്ങമാസത്തിൽ കുല വെട്ടാം എന്ന് പറഞ്ഞാണ്. പലപ്പോഴും പച്ചക്കറികളും ഇങ്ങനെയുള്ളതൊക്കെയും പ്രാധാന്യത്തോടു കൂടി ഈ വാഴക്കൊലയും നെല്ലും ഇതൊക്കെയും കൃഷി ചെയ്തിരുന്നത് ഈ ഒരു കാലഘട്ടത്തെ കണ്ടുകൊണ്ടാണ്. ഓണക്കാലമാകുമ്പോൾ, ചിങ്ങമാസമാകുമ്പോൾ മഴയെല്ലാം മാറി പ്രകൃതി തന്നെ വ്യത്യസ്തപ്പെട്ടു. പൂക്കളും ഒക്കെ ആയിട്ട് അത് വളർന്ന് ഒരു വളരെ നല്ല ഒരവസ്ഥയിലേക്ക് എത്തുന്ന കാലത്ത് ഈ പറയുന്ന കാർഷിക വിളവെടുപ്പ് നടക്കുന്നു, അതിൻ്റെ ഒരു ഉത്സവം നടക്കുന്നു, അവയുടെ ക്രയവിക്രയം നടക്കുന്നു, എല്ലാവരിലും എത്തുന്നു. ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ്. തിരുവോണ ദിവസം എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കണം. അത് ഏത് അവസ്ഥയിലുള്ള ആളാണെങ്കിലും, ദരിദ്രനാണെങ്കിലും രാജാവാണെങ്കിലും പ്രഭുവാണെങ്കിലും ആരാണെങ്കിലും അന്നേ ദിവസം വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ അതും ഒരുമിച്ചിരുന്ന് കഴിക്കണം. സമാനോ മന്ത്ര സമിതി സമായി സമാനം മനഃ സഹചിത്തമേഷാം എന്നൊക്കെ നമ്മുടെ വേദസൂക്തങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ദർശനം സാക്ഷാത്കരിക്കുകയാണ് വാസ്തവത്തിൽ അവിടെ ചെയ്യുന്നത്. സമാനീ സമാനം മനസ്സ് എല്ലാവർക്കും ഒരുപോലെ ആകട്ടെ, സഹചിത്തമേഷാം ചിത്തം ഒരുപോലെ ആകട്ടെ, എല്ലാവരും ഒന്നിച്ചിരുന്ന് സഹനാവവതു. വീണ്ടും നമുക്ക് വേദത്തിലേക്ക് പോകുകയാണെങ്കിൽ സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വീനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഈ വൈദിക ഉപനിഷത്ത് തത്വങ്ങൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം സാക്ഷാത്കരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്സവം തന്നെയാണ് ഓണക്കാലം എന്ന് പറയുന്നത്. അവിടെ ഒന്നിച്ച് കഴിക്കൂ, ഒന്നിച്ച് വീര്യത്തെ നമുക്ക് എല്ലാവർക്കും ധരിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നമുക്ക് ജോലികൾ ചെയ്യാം, എല്ലാവരും സുഖികളായി ഭവിക്കട്ടെ എന്നുള്ള ഒരു ഭാവത്തിലാണ് ഓണക്കാലത്ത്. ഓണത്തിനോടനുബന്ധിച്ചാണ് നമുക്ക് വള്ളം കളി നടക്കുക. ഈ വള്ളം കളി എങ്ങനെയാണ്? ഒറ്റ ഒരു വ്യക്തിയുടെ അല്ല, കൂട്ടായിട്ട് 50 100 കണക്കിന് ആൾക്കാർ ഒന്നിച്ച് ഒരു വഞ്ചിയിൽ ഒരേപോലെ ഒരേ താളത്തിൽ പാട്ടുപാടി ഒരേ താളത്തിൽ തുഴയെറിഞ്ഞ് മുന്നേറുന്ന ആ വള്ളംകളി നടക്കുന്നതും ഈ ഓണക്കാലത്തോടനുബന്ധിച്ചാണ്. അതിന് നമുക്ക് നിദാനമായിട്ട് കാണാവുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. അതിൽ നിന്ന് വേർപിരിഞ്ഞ് പല അനവധി വള്ളംകളികൾ നമുക്ക് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആ കൂട്ടായ്മയുടെയും ഒന്നിച്ചുള്ള ആ നേരത്തെ പറഞ്ഞതായ ഉപനിഷത്ത് വാക്യത്തിനനുസരിച്ച ആ കൂട്ടായ്മയെയാണ് അവിടെ കാണിക്കുന്നത്. അവിടെ ആരെങ്കിലും ഒരാൾ ഒരല്പം തെറ്റിച്ച് കഴിഞ്ഞാൽ മുഴുവനും തെറ്റും. വള്ളംകളിക്ക് പോയ ആൾക്കാർക്കറിയാം, തുഴ ഒരുപോലെ എറിഞ്ഞാൽ മാത്രമാണ് ഈ വള്ളം ഒരുപോലെ പോകുക. അതിലൊരാൾ തെറ്റിച്ചാൽ മതി, ആ വള്ളം മറിഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും ഒരേപോലെ ഒരേ താളത്തിൽ ഒരേ ഗീതങ്ങളെ പാടി ഈ വള്ളംകളി നടത്തുക. അപ്പോൾ ഇവിടെയൊക്കെ ആ ഒരു സാമൂഹ്യമായിട്ടുള്ള സമന്വയം അഥവാ ഇൻറ്റഗ്രിറ്റി സാധിക്കുന്നുണ്ട് എന്നുള്ളതും ഓണക്കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ജ്ഞാനമാർഗത്തിലും അതുപോലെ തന്നെ ഈ സാമൂഹ്യ ക്ഷേമത്തിലും
പരസ്പരം ഉള്ള മൈത്രിയിലും ഒക്കെ ഊന്നിക്കൊണ്ടാണ് ഈ ഓണം നമ്മൾ മലയാളികൾ ആഘോഷിച്ചു വരുന്നത്. തിരുവോണ ദിവസം നമ്മൾ മണ്ണുകൊണ്ട് ഉള്ള പ്രതിമ, ഓണത്തപ്പൻ എന്നാണ് അതിന് പറയുക, വാമനമൂർത്തിയെയും അതോടൊപ്പം തന്നെ മഹാബലിയെയും മണ്ണുകൊണ്ടുണ്ടാക്കി മുറ്റത്ത് വച്ച് പൂക്കളമുണ്ടാക്കി ആ പൂക്കളത്തിൽ പ്രതിഷ്ഠിച്ച് ഒരേ സമയം വാമനമൂർത്തിയെയും അതേപോലെ തന്നെ അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബലിയെയും ഒരുപോലെ പൂജിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ പറയുന്ന ഓണത്തപ്പൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. ആ മഹാവിഷ്ണു വന്ന് ഈ കേരള ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെ പറയുക. കേരളത്തെ ഭരിച്ചിരുന്ന ചക്രവർത്തിയായിട്ടാണ് നമ്മുടെ മലയാളികളുടെ സങ്കല്പം മഹാബലിയെ സംബന്ധിച്ചിടത്തോളം. ആ മഹാബലി എല്ലാ വർഷവും പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് വരാനുള്ള അനുവാദം മഹാവിഷ്ണുവിനോട് ചോദിച്ചു എന്നാണ്. ഇതിൽ ഒരു ഇപ്പോൾ പറഞ്ഞ് പരത്തുന്ന ഒരു കഥയുണ്ട്. പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തി, വാസ്തവത്തിൽ ചവിട്ടിത്താത്തുകയല്ല അദ്ദേഹം ചെയ്തത്, അദ്ദേഹം പാദങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല സുതലത്തിലേക്ക്, ഇതിലും ഭൂമിയേക്കാൾ ഉയർന്ന തലമാണ് സുതലം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല അടുത്ത ഇന്ദ്രപദവിയും മഹാബലിക്കാണ് അനുഗ്രഹിച്ചിട്ടുള്ളത്. അടുത്ത ഇന്ദ്രൻ ആയിട്ട് വരുന്നത് ഈ മഹാബലിയാണത്രേ. അപ്പോൾ അനുഗ്രഹിച്ച് ഉയർത്തുകയാണ്, ചവിട്ടി താഴ്ത്തുകയല്ല. അത് അസത്യമാണത്. അങ്ങനെ ഒരു കഥ പറഞ്ഞു വരുന്നത് അസത്യമാണ്. അത് ഇതിൻ്റെ കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള മഹാബലി മഹാവിഷ്ണുവിനോടൊപ്പം നമ്മുടെ ഓരോ ഗൃഹത്തിലും വരുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് മണ്ണുകൊണ്ട് ഉള്ള വിഗ്രഹം ഉണ്ടാക്കി ആ മഹാവിഷ്ണുവിനെയും മഹാബലിയെയും നമ്മുടെ മുറ്റത്താണ്, അത് ശ്രീകോവിലിനകത്തോ വീടിനകത്തോ അല്ല, നമ്മുടെ തിരുമുറ്റത്ത് ചാണകം കൊണ്ട് മെഴുകി അവിടെ പൂക്കളം ഇട്ട് അതിലാവാഹിച്ച് അവിടെ പൂജിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ചടങ്ങാണ് ചെയ്യുന്നത്. ഈ കഥ വീണ്ടും വീണ്ടും എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതിൽ കൂടി അതും പ്രത്യേകിച്ച് ആ ശ്രാവണ നക്ഷത്രത്തിൽ, തിരുവോണ നക്ഷത്രത്തിൻ്റെ ദിവസത്തിൽ ചെയ്യുന്നതിൽ കൂടി നമ്മളത് പുനരാവർത്തിക്കുകയാണ്. എന്താണ്? അഹങ്കാരത്തെയാണ് ദാനം. അഹംബോധമാണ് അഹങ്കാരം. എൻ്റേത് എന്നുള്ള എൻ്റെ വിചാരം എൻ്റേതാണ് ആയതുകൊണ്ടാണല്ലോ എനിക്ക് ദാനം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റേതാണെന്ന് ഞാൻ അഭിമാനിക്കുന്ന വസ്തുക്കൾ ആണല്ലോ മഹാബലി ദാനം ചെയ്തുകൊണ്ടിരുന്നത്, മഹാവിഷ്ണുവിന് ദാനം ചെയ്യാൻ തയ്യാറായതുമൊക്കെ. അപ്പോൾ എൻ്റേതെന്നുള്ള തോന്നൽ പോലും ഇല്ലാത്ത രീതിയിൽ പരിപൂർണമായിട്ടും ഈശ്വര സമർപ്പണം ചെയ്ത് ശ്രവണത്തിന് പ്രാധാന്യമുള്ള ശ്രാവണ ദിവസത്തിൽ, തിരുവോണ ദിവസത്തിൽ നൂതനമായിട്ടുള്ള പരമമായിട്ടുള്ള ജ്ഞാനം ആർജിക്കുക എന്നുള്ളൊരു സന്ദേശം ഇതിൽ വളരെ വ്യക്തമാണ്. അതിനെ പുനരാവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മഹാവിഷ്ണുവിനെയും ദാന സ്വീകർത്താവായിട്ടുള്ള അഹങ്കാരത്തെ സ്വീകരിച്ച മഹാബലിയിൽ നിന്നും അഹങ്കാരത്തെ ദാനമായിട്ട് സ്വീകരിച്ച് അദ്ദേഹത്തിന് പരമമായ പദവി കൊടുത്ത് ആ പദവിയെ സ്വീകരിച്ച മഹാബലിയെയും ഒരേപോലെ നമ്മുടെ ഗൃഹത്തിൻ്റെ മുറ്റത്ത് പൂക്കളമിട്ട് അവിടെ ആവാഹിച്ച് പൂജിക്കുന്നത്. ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അഥവാ നമ്മൾ സ്വയം ബോധ്യപ്പെടുന്നത്, നമ്മുടേതായിട്ടുള്ള ജ്ഞാനങ്ങളെ, അജ്ഞാനങ്ങളെ ഒക്കെ, അഹങ്കാരത്തെയൊക്കെ സമർപ്പിച്ച് സ്വയം ഈശ്വര പദവിയിലേക്ക് എത്തുന്നതിന് ഉള്ള വാർഷികമായിട്ടുള്ള ആവർത്തിച്ചുള്ള ഉത്സവമാണ് ഈ തിരുവോണം ആചരിക്കുന്നതിൽ കൂടെ നമ്മൾ പുനരാവിഷ്കരിക്കുന്നത് എന്നുള്ളതാണ്. 27 നാളുകളാണല്ലോ നമുക്കുള്ളത്. അതിൽ 22ാമത്തേതായിട്ടുള്ള ശ്രോണ അഥവാ ശ്രാവണം എന്ന പേരുള്ളതായിട്ടുള്ള നക്ഷത്രമാണ് ഈ മഹാബലി വാമന ചരിതം നടന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. അന്നേ ദിവസമാണ് വാമന രൂപത്തിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടതും ഈ പറയുന്ന ദാനം സ്വീകരിച്ചതും അദ്ദേഹത്തിന് പരമമായ ജ്ഞാനം കൊടുത്തതും അഹങ്കാരത്തെ സ്വീകരിച്ച് അത് അദ്ദേഹത്തിൽ നിന്നും ഇല്ലാതെയാക്കി പരമമായിട്ടുള്ള ജ്ഞാനത്തെ കൊടുത്ത ദിവസം ആണ് ഈ ശ്രോണ എന്ന് പറയുന്ന ശ്രവണം. ഈ പരസ്പരം അവയെ ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ശ്രവിക്കുക, അറിയുക എന്നുള്ളതാണ് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥം. അറിയുന്നതിൽ കൂടിയാണ് നമുക്ക് ഈ പറയുന്ന അഹങ്കാരത്തെയും ഒക്കെ ഇല്ലാതെയാക്കാൻ സാധിക്കുക. അവയെല്ലാം ഈശ്വരങ്ങൾ സമർപ്പിച്ച് പരമമായിട്ടുള്ള ജ്ഞാനം നേടിയ ദിവസം, അതിനെ സങ്കല്പിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ തിരുവോണം എന്ന് പറയുന്ന ദിവസം ആചരിക്കുന്നത്. അന്നും നമുക്ക് ഓരോരുത്തർക്കും ഈ പുതിയ ജ്ഞാനത്തിൽ കൂടെ
നമ്മുടേത് എന്ന് നമ്മൾ സങ്കല്പിച്ച മിഥ്യ ആയിട്ടുള്ള സകല അജ്ഞാനങ്ങളെയും ഒക്കെ ഈശ്വരന് സമർപ്പിക്കുകയും നമുക്ക് പുതിയ ജ്ഞാനം, ആത്യന്തിക ജ്ഞാനത്തിലേക്ക് എത്താനുള്ള ശ്രമവും ആണ് തിരുവോണത്തിൽ കൂടെ. അതും ഒറ്റയ്ക്കല്ല, മറിച്ച് സമൂഹത്തിലെ പല തലത്തിൽ നിൽക്കുന്നവരൊക്കെ ഒന്നിച്ചു ചേർന്ന് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഉയരണം, സമൃദ്ധി നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയും ആ ഒരു സങ്കല്പത്തോടു കൂടിയും ആണ് തിരുവോണം മലയാളി ആചരിക്കുന്നത്. എല്ലാ മലയാളികൾക്കും ഒരു നല്ല ഓണവും ഒരു പുതിയ വർഷവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.